സംസ്ഥാനത്ത് കനത്ത മഴ തുടരുകയാണ്. ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലർട്ട്, മറ്റ് ജില്ലകളിൽ ഓറഞ്ച് മുന്നറിയിപ്പ്. കനത്ത മഴയെ തുടർന്ന് 8 ജില്ലകളിലെയും കുട്ടനാട് താലൂക്കിലെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകി. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിനും വിലക്കേർപ്പെടുത്തി. മണിമല, മീനച്ചിൽ, മൂവാറ്റുപുഴ ആറുകളിൽ ജലനിരപ്പ് ഉയർന്നു. എറണാകുളം കുമ്പളം ഫെറിയിൽ വള്ളം മറിഞ്ഞ് കാണാതായ ആൾക്കായി ഇന്നും തിരച്ചിൽ തുടരുകയാണ്. നമ്മുടെ പ്രതിനിധികൾ ചേരുന്നു സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും. ആദ്യം നമുക്ക് തിരുവനന്തപുരത്തേക്ക് പോകാം. അഖിൽ പാലോട്ട് മഠം ചേരുന്നു. അഖിൽ, അതിശക്തമായ മഴയാണ് കഴിഞ്ഞ ദിവസങ്ങളായി പെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി വരും ദിവസങ്ങളിലും അതിശക്തമായ മഴ മുന്നറിയിപ്പ് തന്നെയാണ് നൽകിയിട്ടുള്ളത്. എന്തൊക്കെ ജാഗ്രതാ നിർദ്ദേശങ്ങൾ കൂടി പൊതുജനങ്ങൾക്ക് നൽകാനുണ്ട്? രോഹിണി, സംസ്ഥാനത്ത് കാലവർഷം മുൻപേ എത്തിയത് സംസ്ഥാനത്ത് ഒരു ഭീതി പരത്തുന്ന തരത്തിൽ തന്നെയാണ് ഇപ്പോൾ മഴ പെയ്തുകൊണ്ടിരിക്കുന്നത്. കർണാടക അതുപോലെ തന്നെ ലക്ഷദ്വീപ് തീരങ്ങളിലെ ശക്തമായ ന്യൂനമർദ്ദമാണ് കേരള തീരത്ത് ഇത്രയും അധികം മഴ ലഭിക്കാനുള്ള കാരണമെന്നതാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്നും ഒരു മുന്നറിയിപ്പായി നമുക്ക് ലഭിക്കുന്നത്. ഇന്ന് സംസ്ഥാനത്ത് വലിയ ജാഗ്രതാ നിർദ്ദേശങ്ങൾ തന്നെയാണ് ഉള്ളത്. വടക്കൻ ജില്ലകളായ ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് റെഡ് അലർട്ട്, അതായത് അതിതീവ്ര മഴ ലഭിക്കുമെന്നുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നത്. ബാക്കി 11 ജില്ലകളിലും സാവധാനം ഭേദപ്പെട്ട രീതിയിലുള്ള ഓറഞ്ച് മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. ശക്തമായ മഴ മറ്റു 11 ജില്ലകളിലും ഉണ്ടാകുമെന്ന് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഒരു മുന്നറിയിപ്പായി നൽകുന്നത്. ഈ മുന്നറിയിപ്പുകൾ ഒക്കെ തന്നെ ഏതു നിമിഷം വേണമെങ്കിലും മാറാൻ സാധ്യതയുണ്ട്. അതായത് ഓറഞ്ച് മുന്നറിയിപ്പുള്ള 11 ജില്ലകൾ അത് ഏതു നിമിഷം വേണമെങ്കിലും റെഡ് അലർട്ടിലേക്ക് പോകാൻ സാധ്യത നിലനിൽക്കുന്നു എന്ന് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഇപ്പോൾ ഒരു വിലയിരുത്തലായി നടത്തുന്നത്. മറ്റൊരു മുന്നറിയിപ്പായി നൽകുന്നത് മത്സ്യബന്ധനത്തിന് പോകുന്ന, അതായത് കേരള, കർണാടക, തമിഴ്നാട്, ലക്ഷദ്വീപ് തീരങ്ങളിലേക്ക് മത്സ്യബന്ധനത്തിന് പോകുന്ന മത്സ്യത്തൊഴിലാളികൾ അതീവ ജാഗ്രത പുലർത്തണമെന്ന് തന്നെയാണ് പറയുന്നത്. കാരണം കടൽ എപ്പോൾ വേണമെങ്കിലും പ്രക്ഷുബ്ധമാക്കി പോകാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. കടൽ എപ്പോൾ വേണമെങ്കിലും പ്രക്ഷുബ്ധമായി കരയിലേക്ക് അടിച്ചു കയറാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. ശക്തമായ കാറ്റിന് സാധ്യത നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് മത്സ്യബന്ധനത്തിന് പോകുന്ന മത്സ്യത്തൊഴിലാളികൾ അതീവ ജാഗ്രത പുലർത്തണം എന്ന് തന്നെയാണ് ഈ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്. മറ്റൊരു മുന്നറിയിപ്പ് നൽകുന്നത് ബൈക്ക് യാത്രക്കാരോടും ചെറു വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവരോടുമാണ്. രാത്രികാലങ്ങളിൽ യാത്ര കഴിവതും പൂർണ്ണമായും ഒഴിവാക്കണം. അനാവശ്യമായി പുറത്തിറങ്ങുന്നത് ഒഴിവാക്കണമെന്ന നിർദ്ദേശമാണ് നൽകുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം ശക്തമായ കാറ്റാണ് അതിൽ പ്രധാനമായും അവർ മുന്നറിയിപ്പായി നൽകുന്നത്. അപകടമായി നിൽക്കുന്ന എല്ലാ മരങ്ങളും അതുപോലെ തന്നെ ഇലക്ട്രിക് പോസ്റ്റുകളും ഒക്കെ തന്നെ അത് മുറിച്ചു മാറ്റാനും ഇലക്ട്രിക് പോസ്റ്റുകൾ പൂർണ്ണമായും നീക്കം ചെയ്യാനുള്ള ഒരു നിർദ്ദേശം സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും വിവിധ വകുപ്പുകൾക്ക് നൽകിയിട്ടുണ്ട്. എല്ലാ വകുപ്പുകളോടും സജ്ജമാകാൻ സംസ്ഥാനത്തെ റവന്യൂ വകുപ്പ് ഇപ്പോൾ ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തായാലും സംസ്ഥാനത്ത് കനത്ത സുരക്ഷയോടുകൂടിയുള്ള ഒരു ജാഗ്രതാ നിർദ്ദേശമാണ് നിലവിലുള്ളത്. അത് പ്രളയ സാധ്യത മുൻനിർത്തിയാണ്. മിന്നൽ പ്രളയമടക്കം സംസ്ഥാനത്തുണ്ടാകാനുള്ള സാധ്യത നിലനിൽക്കുന്നു എന്ന് മുൻകൂട്ടിയാണ്. അതുകൊണ്ടാണ് അത്തരത്തിലൊരു ജാഗ്രതാ നിർദ്ദേശം നിലവിൽ നൽകുന്നത്. എന്തായാലും സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടർന്നു പോകും, അല്ലെങ്കിൽ തുടരുമെന്ന് തന്നെയാണ് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്. രോഹിണി, ശരി അഖിൽ, തുടരുക. ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് കിരൺ കുമാർ കൂടി ചേരുന്നുണ്ട്. കിരൺ, മധ്യ കേരളത്തിലും അതിശക്തമായ മഴ മുന്നറിയിപ്പ് തന്നെയാണുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ രീതിയിലുള്ള മഴപ്പെയ്ത്ത് തന്നെയായിരുന്നു. എന്താണ് നിലവിലെ സാഹചര്യം? രോഹിണി, എറണാകുളം ജില്ലയിൽ ശക്തമായ മഴ ഇപ്പോഴും തുടരുകയാണ്. ഈ മഴ കനത്തൊരു സാഹചര്യത്തിൽ ഇന്നും ജില്ലയിൽ ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഒപ്പം തന്നെ മഴക്കെടുതികൾ മൂലവും ജില്ലയിൽ വ്യാപക നാശനഷ്ടങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. 182 വീടുകളാണ് ഇന്നലെ വരെ ജില്ലയിൽ തകർന്നിരിക്കുന്നത്. അതിൽ 79 വീടുകൾ പൂർണ്ണമായും ഭാഗികമായും ഒപ്പം തന്നെ 3 വീടുകൾ പൂർണ്ണമായുമാണ് തകർന്നിരിക്കുന്നത്. കൂടാതെ തന്നെ എറണാകുളം ജില്ലയിൽ കഴിഞ്ഞ ദിവസം ഒരാളെ കാണാതായിരുന്നു. ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് കുമ്പളം ഫെറി ഭാഗത്ത് വള്ളം മറിഞ്ഞ് ഒരാളെ കാണാതായത്. നോർത്ത് പറവൂർ സ്വദേശിയായിട്ടുള്ള രാധാകൃഷ്ണനെയാണ് കാണാതായത്. ഇദ്ദേഹത്തെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. ജില്ലയിൽ മിക്ക സ്ഥലങ്ങളിലും മഴ കനത്തതിനെ തുടർന്ന് മരം വീണും വ്യാപകമായിട്ടുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇന്നലെ എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന വഴി മരം വീഴുകയും പിന്നീട് വലിയ ഗതാഗത കുരുക്കുണ്ടാവാനും കാരണമായിട്ടുണ്ട്. ഈ മരം വീണതിനെ തുടർന്ന് 3 വാഹനങ്ങൾക്കും കേടുപാടുകൾ പറ്റിയിരുന്നു. ഈ മരത്തിന് താഴെയായി തന്നെ ഉണ്ടായിരുന്ന 2 കാറുകൾ പൂർണ്ണമായി തകരുന്ന ഒരു സാഹചര്യമാണ് ഇന്നലെ മഴ വീണതിനെ തുടർന്ന് ഉണ്ടായത്. കൂടാതെ പെരുമ്പടപ്പിലും ആലുവയിലും
മരം വീണും ഗതാഗതക്കുരുക്കിന് കാരണമായിട്ടുണ്ട്. ഇന്നലെ ദേശീയപാതയിലടക്കം വലിയ ഗതാഗതക്കുരുക്ക് സൃഷ്ടിച്ചുകൊണ്ടാണ് ആലുവയിൽ മരം വീണ സാഹചര്യം ഉണ്ടായിരുന്നത്. ഏതായാലും പിന്നീട് ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് മരം മുറിച്ചു മാറ്റിയിട്ടുണ്ട്. ജില്ലയിൽ പല സ്ഥലങ്ങളിലും ഇപ്പോഴും വെള്ളക്കെട്ട് അതിരൂക്ഷമായി തന്നെ തുടരുകയാണ്. ജില്ലയുടെ തീരദേശ മേഖലയെ സംബന്ധിച്ചാണെങ്കിൽ ഇന്നലെയും വ്യാപകമായിട്ടുള്ള ഒരു കടൽകയറ്റം ഉണ്ടായിരുന്നു പല മേഖലകളിലും. പ്രത്യേകിച്ച് ഈ വേലിയേറ്റം തുടങ്ങുന്ന ഒരു സമയത്താണ് കൂടുതലുമായിട്ട് കടൽ കയറി അത്തരത്തിൽ വീടുകളിലേക്കടക്കം വെള്ളം കയറുന്നതായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായത്. ഇന്നലെ കൊച്ചി കണ്ണമാലി ഭാഗത്ത് വീടുകളിലേക്ക് വെള്ളം കയറുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. കൂടാതെ വൈപ്പിനിലും വെള്ളം കയറുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഈ ഉയർന്ന തിരമാലയുടെ സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് ജില്ലയിലെ തീരദേശ മേഖലയായ ചെല്ലാനം മുതൽ മുനമ്പം വരെ ജാഗ്രത പാലിക്കണമെന്നുള്ള നിർദ്ദേശം തന്നെയാണ് ജില്ലാ ഭരണകൂടം നൽകിയിരിക്കുന്നത്. ഒപ്പം കിഴക്കൻ മേഖലയെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയും വലിയ രീതിയിലുള്ള വെള്ളക്കെട്ട് അനുഭവപ്പെടുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത്. മഴ ശക്തമാകുന്ന ഒരു സാഹചര്യത്തിൽ മണ്ണിടിച്ചിൽ അടക്കം ഉണ്ടാകാനുള്ള ഒരു മുന്നറിയിപ്പ് ജില്ലാ ഭരണകൂടം നൽകുന്നുണ്ട്. ഈ മേഖലകളിലേക്കുള്ള അനാവശ്യ യാത്രകൾ ഒഴിവാക്കണം എന്നുള്ളൊരു നിർദ്ദേശം തന്നെയാണ് ജില്ലാ ഭരണകൂടം നൽകിയിരിക്കുന്നത്. രോഹിണി. ശരി കിരൺ, കോഴിക്കോട് നിന്ന് അനഘ ഹർഷനും ചേരുന്നുണ്ട്. അനഘ, വടക്കൻ കേരളത്തിന്റെ സാഹചര്യം എങ്ങനെയാണ്? വലിയ രീതിയിലുള്ള മഴ തന്നെയാണല്ലോ വടക്കൻ കേരളത്തിൽ അടക്കം പെയ്തുകൊണ്ടിരിക്കുന്നത്. കോഴിക്കോട് ജില്ലയിൽ നിന്നുള്ള വിവരങ്ങൾ. രോഹിണി, നിലവിൽ വടക്കൻ കേരളത്തിൽ അതിശക്തമായ മഴ പലയിടത്തും തുടരുകയാണ്. 4 ജില്ലകളിലാണ് വടക്കൻ കേരളത്തിൽ പ്രധാനമായും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒന്ന് വയനാട്, പാലക്കാട്, കാസർഗോഡ്, കണ്ണൂർ എന്നിങ്ങനെ 4 ജില്ലകളിലാണ് നിലവിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ ജില്ലകളിലുള്ള മദ്രസകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. മാത്രമല്ല, മലയോര മേഖലകളിലടക്കം കനത്ത ജാഗ്രതാ നിർദ്ദേശമാണ് അധികൃതർ നൽകിയിരിക്കുന്നത്. ഇനി കോഴിക്കോട് റെഡ് അലേർട്ട് അല്ല. മാത്രമല്ല, ഇന്നലെ കോഴിക്കോടിനെ സംബന്ധിച്ച് മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് രാവിലെ മുതൽ അതിശക്തമായ മഴയാണ് പലയിടത്തും പെയ്യുന്നത്. നിലവിൽ 3 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് ജില്ലയിൽ പ്രവർത്തിക്കുന്നത്. ഈ ക്യാമ്പുകളിലായി 150ഓളം ആളുകൾ ഈ ക്യാമ്പിലുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഉരുൾപൊട്ടലുണ്ടായിരുന്ന വിലങ്ങാട് ദുരിതബാധിത പ്രദേശത്തുള്ളവരെയൊക്കെ തന്നെ ആ പ്രദേശത്ത് നിന്ന് മാറ്റി ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. മാത്രമല്ല, ഈ വിലങ്ങാട് പ്രദേശത്തുള്ള നദികളൊക്കെ തന്നെ കരകവിഞ്ഞൊഴുകുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ കനത്ത ജാഗ്രതാ നിർദ്ദേശമാണ് ജില്ലാ ഭരണകൂടം വിലങ്ങാടുള്ളവർക്ക് നൽകിയിരിക്കുന്നത്. എന്തായാലും ജില്ലയിൽ 3 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് പ്രവർത്തിക്കുന്നത്. മറ്റൊന്ന്, ഇന്നലെ രാത്രി ശക്തമായ കാറ്റ് വീശിയിരുന്നു. ആ കാറ്റ് വീശിയതിനെ തുടർന്ന് പലയിടത്തും വൈദ്യുത ലൈനുകളൊക്കെ തന്നെ പൊട്ടി വീഴുകയും വീടിന് മുകളിലേക്ക് മരം വീഴുന്ന സാഹചര്യമൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ജില്ലയിൽ കഴിഞ്ഞ ദിവസങ്ങളിലായി 50ലധികം വീടുകൾക്ക് ഇത്തരത്തിൽ മഴക്കെടുതിയിൽ നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. ഇതുവരെ 5 മരണമാണ് കോഴിക്കോട് ജില്ലയിൽ മഴക്കെടുതിയോടനുബന്ധിച്ച് മരണമാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. എന്തായാലും കോഴിക്കോട് ഇപ്പോഴും കനത്ത മഴ തുടരുകയാണ്. തീരദേശത്തുള്ളവർക്കൊക്കെ തന്നെ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തിരമാല അതിശക്തമായി അടിക്കുന്ന ഈ കോഴിക്കോടുള്ള പ്രദേശമാണ് കോനാട്. ഈ കോനാട് ഇപ്പോഴും അപകട ഭീഷണിയിൽ തന്നെയാണ്. ആ പ്രദേശത്തുള്ള 100ഓളം കുടുംബങ്ങൾ ഇപ്പോഴും താമസിക്കുന്നത്. കാരണം അതിശക്തമായ തിരമാല വീടിനെ മുകളിലേക്ക് അടിക്കുന്നൊരു സാഹചര്യം ഈ കോഴിക്കോട് കോനാട് ബീച്ച് പരിസരത്തുണ്ട്. എന്തായാലും കനത്ത ജാഗ്രതാ നിർദ്ദേശമാണ് മലയോര മേഖലകളിലടക്കം ജില്ലാ ഭരണകൂടം നൽകിയിരിക്കുന്നത്. രോഹിണി. ശരി അനഘ, നമുക്ക് ഇടുക്കിയിലെ സാഹചര്യം കൂടി പരിശോധിക്കാം. ഇടുക്കിയിലും അതിശക്തമായ മഴ തുടരുകയാണ്. ജില്ലയിലെ 4 ഡാമുകൾ തുറന്നു. 103 വീടുകൾ ഭാഗികമായും 9 വീടുകൾ പൂർണ്ണമായും തകർന്നു. 10 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. സുബിൻ തോമസ് ചേരുന്നു. സുബിൻ, വലിയ നാശനഷ്ടങ്ങളാണ് ഇടുക്കി ജില്ലയിൽ മാത്രം രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. വലിയ രീതിയിലുള്ള മണ്ണിടിച്ചിൽ, അതുപോലെ മരങ്ങൾ കടപുഴകി വീഴുന്നത്. എന്തായാലും ഇപ്പോൾ നിലവിലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ എപ്രകാരമാണ്, പ്രത്യേകിച്ച് ഈ ജില്ലയിലെ 4 ഡാമുകൾ തുറന്ന പശ്ചാത്തലത്തിൽ കൂടി? റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സ്ഥിതി ഉള്ളത് കൊണ്ട് തന്നെ അതീവ ജാഗ്രത വേണമെന്ന നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. കൂടാതെ നമ്മൾ സൂചിപ്പിച്ചിരുന്നത് പോലെ അസാധാരണ മഴയാണ് ഇടുക്കി ജില്ലയിൽ പെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഈ ജില്ലയുടെ എല്ലാ മേഖലകളിലും നിയന്ത്രണങ്ങളും അതുപോലെ തന്നെ ജാഗ്രതയും വേണമെന്ന് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കിയിട്ടുണ്ട്. കൂടാതെ ഈ മേഖലകളിൽ കൃത്യമായ നിരീക്ഷണം നടത്താൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശവും നൽകി. ഇടുക്കിയിൽ നിലവിൽ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇടുക്കിയിൽ 103 വീടുകൾ ഭാഗികമായും 9 വീടുകൾ
തകർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ 10 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. 4 ഡാമുകളാണ് നിലവിൽ തുറന്നിട്ടുള്ളത്. ഇത് കല്ലാർകുട്ടി ഡാം, അതുപോലെ തന്നെ മലങ്കര ഡാം, പാംബ്ല ഡാം, പീച്ചി ഡാം എന്നീ ഡാമുകളാണ് നിലവിൽ ഇപ്പോൾ തുറന്നിട്ടുള്ളത്. ഈ അപകട സാധ്യത ഉള്ള മേഖലകളിൽ നിന്നും ആളുകൾ മാറി താമസിക്കാൻ കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മലയോര മേഖലകളിലേക്കുള്ള രാത്രികാല യാത്രയ്ക്കും നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ വിനോദസഞ്ചാര മേഖലകൾ പൂർണ്ണമായും അടഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യവുമാണ്. ഈ പ്രധാനമായും മണ്ണിടിഞ്ഞും മരം വീണും തുടർച്ചയായി അപകടങ്ങൾ ഉണ്ടാവുന്ന ഒരു സാഹചര്യം ഇടുക്കി ജില്ലയിലുണ്ട്. കൂടാതെ വ്യാപകമായ കൃഷിനാശവും ഉണ്ടായിട്ടുണ്ട്. ഈ മഴയോടൊപ്പം ശക്തമായ കാറ്റാണ് അടിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ വലിയ രീതിയിലുള്ള കൃഷിനാശവും ഇടുക്കി ജില്ലയിൽ ഉണ്ടാകുന്നുണ്ട്. ഈ 5 ദിവസത്തെ ശക്തമായ മഴയിൽ വ്യാപകമായ നാശനഷ്ടമാണ് ഇടുക്കി ജില്ലയിൽ ഉണ്ടായിട്ടുള്ളത്. ശരി, സുബിൻ തോമസ് ആണ് ഇടുക്കി ജില്ലയിലെ സാഹചര്യം വിശദീകരിച്ചത്. സംസ്ഥാനത്തെങ്ങും അതിശക്തമായ മഴ തന്നെയാണ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്.